ഹായ് ബ്രോസ്, എല്ലാവർക്കും സുഖമല്ലേ? ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ധാരാളം പേര് ചോദിക്കാറുണ്ട്. കാര്യം ധാരാളം പേർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, എന്നാൽ ടേം ഇൻഷുറൻസ് ഇല്ല. ഹെൽത്ത് ഇൻഷുറൻസ് എന്നാൽ നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നു, ഏതെങ്കിലും രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ നമുക്ക് ഏത് ഹോസ്പിറ്റൽ വേണമെങ്കിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് നമ്മുടെ എല്ലാ ബില്ലും ഇൻഷുറൻസ് കമ്പനി സെറ്റിൽ ചെയ്യും. പക്ഷേ തിരികെ പോരുമ്പോൾ നമുക്ക് അവർ പൈസയൊന്നും തരുന്നില്ല. അതേസമയം നമുക്കൊരു ക്രിട്ടിക്കൽ ഇൽനെസ് കവർ അല്ലെങ്കിൽ ടേം ഇൻഷുറൻസ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള അസുഖം വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തു, അതിനുശേഷം ഇത്തരത്തിലുള്ള കവറേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് കമ്പനി പണം തരും. ഡോളറിൽ ഇന്ന് നമുക്ക് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എടുത്തു വയ്ക്കാം. എന്തുകൊണ്ടാണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനുഷ്യന് മാറുന്നത്? നമ്മുടെ വരുമാനം നിന്ന് പോകാനുള്ള സാധ്യത എന്തൊക്കെയാണ്? ഒന്ന്, നമുക്ക് ജോബ് ലോസ് ഉണ്ടാകുമ്പോൾ അല്ലേ. രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അസുഖം വരുമ്പോൾ പലപ്പോഴും നമുക്ക് കമ്പനിയിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വന്നേക്കാം. ചിലപ്പോൾ അത് 1 മാസമായിരിക്കാം, 3 മാസമായിരിക്കാം, 3 വർഷമായിരിക്കാം. ഈ ടൈമിൽ നമുക്ക് കമ്പനിയിൽ നിന്ന് ലീവ് എടുത്ത് ഇറങ്ങേണ്ടി വരും. ആ സമയത്തൊക്കെ ഭൂരിഭാഗം കമ്പനികളും 1-2 മാസത്തേക്ക് പേയ്മെൻറ്റ് ചെയ്യാതെ കാലാകാലം നമുക്കൊരു പേയ്മെൻറ്റ് തരുന്നില്ല. ഈ ഒരു സമയത്ത് നമ്മുടെ ഇൻകം നിന്ന് പോവാണ്. ആ സമയത്ത് നമുക്കൊരു ക്രിട്ടിക്കൽ ഇൽനെസ് കവർ ഉണ്ടെങ്കിൽ, ലെറ്റ്സ് സേ ഒരു $100,000 കവർ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനി നമുക്ക് പേയ്മെൻറ്റ് തരും. നമ്മുടെ മുന്നോട്ടുള്ള പോക്കിന് പലപ്പോഴും അത് സഹായകരമായിട്ട് മാറും. പലരും ഇത്തരത്തിലുള്ള ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ പറയാറുള്ളതാണ്, ഞാൻ മരിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ട് എന്തിനാണെന്ന്. നിങ്ങൾ മരിക്കുമ്പോൾ മാത്രമല്ല, നിങ്ങൾ ജീവിച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ എന്തും സംഭവിച്ചോളട്ടെ, നിങ്ങൾ ഇൻഷുറൻസിൽ കവേർഡ് ആയിരിക്കും, നിങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനി പണം നൽകും. ഗ്ലോബലായിട്ടുള്ള ധാരാളം ബ്രാൻഡുകളാണ് ഇന്ന് ഇത്തരത്തിലുള്ള ടേം ഇൻഷുറൻസ് കൊടുക്കുന്നത്. നിങ്ങൾ പ്രവാസിയാണെങ്കിൽ പ്രവാസ ലോകത്ത് എവിടെ നിന്നുകൊണ്ടും ഇത്തരത്തിലുള്ള ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എടുത്തു വയ്ക്കാൻ സാധിക്കും. അതും ഹസ്ബൻഡും വൈഫിനും ജോയിൻ ആയിട്ട് ഒരു പോളിസി തന്നെ എടുത്തു വയ്ക്കാൻ സാധിക്കും. പിന്നെ പലരുടെയും ഒരു കൺസേൺ ആണ്, ഞാൻ ഈ അടയ്ക്കുന്ന പണമൊക്കെ നഷ്ടപ്പെടുന്നത്. അത്തരത്തിൽ നഷ്ടപ്പെടുന്നില്ല. ഡോളറിലുള്ള ഇത്തരം ക്രിട്ടിക്കൽ ഇൽനെസ് പ്ലാനുകൾ നമുക്ക് സറണ്ടർ ചെയ്യാനാകും. നിങ്ങൾ 40 വയസ്സുള്ള ഒരു വ്യക്തിയാണ്, നിങ്ങളൊരു ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ഒരു പ്രീമിയം ടൈം 10 വർഷമാണ്. 10 വർഷം നിങ്ങൾ അടച്ചു, അതിനുശേഷം നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള അസുഖവും വന്നിട്ടില്ല, നിങ്ങളൊരു 60-65 വയസ്സായി, നിങ്ങൾ ലൈഫിൽ കംപ്ലീറ്റ് ആയിട്ട് സെറ്റിലായി. ആ സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ്, ഞാൻ അടച്ച പണം വേണമെങ്കിൽ നിങ്ങൾക്ക് ആ പോളിസി സറണ്ടർ ചെയ്യുകയും ചെയ്യാം. നിങ്ങൾ അടച്ച ₹1 പോലും പോകുന്നില്ല. പിന്നെ ഇത്തരത്തിലുള്ള പ്ലാനുകളൊക്കെ നമ്മൾ ഡോളറിൽ തന്നെ എടുത്തു വയ്ക്കണം. ഡോളറിൽ എടുക്കുമ്പോൾ എന്താണ് അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോളറിന് രൂപ പോലെ ഒരു ഇൻഫ്ലേഷൻ സംഭവിക്കുന്നില്ല. ഡോളറിൻ്റെ മൂല്യം എപ്പോഴും രൂപയായിട്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളൊരു 10 കൊല്ലമോ 20 കൊല്ലമോ 30 കൊല്ലം കഴിഞ്ഞിട്ട് ഇത് സറണ്ടർ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ഇൻകം കൂടി ലഭിക്കും. അതുപോലെ തന്നെ ഈ ക്രിട്ടിക്കൽ ഇൽനെസ് പ്ലാനിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫീച്ചറാണ് പ്രീമിയം വേവർ ഓപ്ഷൻ. നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് വന്നു, ഇൻഷുറൻസ് കമ്പനി നമുക്ക് പേ ഔട്ട് ചെയ്തു, ആ സമയത്ത് നമ്മൾ പ്രീമിയം വേവർ ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നീട് തുടർന്ന് പ്രീമിയം അടയ്ക്കേണ്ട കാര്യവുമില്ല. അതുമാത്രമല്ല, നമുക്ക് ഇതിലൊരു ഫാമിലി ഇൻകം ഓപ്ഷൻ കൂടി ആഡ് ചെയ്യാം. അതായത് ഒരു മേജർ ബ്രെഡ് വിന്നർക്ക് ഒരു ഡെത്ത് സംഭവിച്ചു, നിങ്ങൾക്കൊരു $100,000 കവറേജ് ആണ് അല്ലെങ്കിൽ $500,000 കവറേജ് ആണുള്ളെങ്കിൽ അത് നമ്മുടെ നോമിനികൾക്ക് കൊടുത്തു. ഇതിനുശേഷം നമുക്കൊരു $12,000 $25,000 $50,000 ഓരോ വർഷവും നമ്മുടെ ഫാമിലിക്ക് ഇൻകം ലഭ്യമാകുന്ന രീതിയിൽ 10 വർഷമോ 20 വർഷമോ ഒക്കെ എടുക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രിട്ടിക്കൽ ഇൽനെസ് ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക ബ്രോസ്. ഓക്കെ, താങ്ക്സ്.